ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചധികം സൺസ്ക്രീൻസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസിൽ ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ, അതും അഫോർഡബിൾ റേറ്റിൽ കിട്ടാൻ പോകുന്നത് ഏതൊക്കെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ്ലി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൺസ്ക്രീൻ ഒരിക്കലും നമ്മളെ വെളുപ്പിക്കില്ല. അതായത് നമ്മുടെ സ്കിന്ന് ഒരിക്കലും വെളുത്ത നിറാക്കി തീരൊന്നുമില്ല. ഒരു വൈറ്റനിങ് ക്രീമൊന്നുമല്ല ഒരു സൺസ്ക്രീനും. പക്ഷേ വെളുക്കുമെന്ന് ചോദിച്ചാൽ വെളുക്കും. കാരണം നമ്മൾ ജനറ്റിക്കലി നമ്മൾ ഏത് നിറമാണോ ആ നിറത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതാട്ടോ ഈ സൺസ്ക്രീൻസ് പറയുന്നത്. കാരണം നമ്മൾ കുറേ സൂര്യൻ്റെ ടാനൊക്കെ അടിച്ചിട്ട് കുറച്ച് ഇരുണ്ടിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവായി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതൊക്കെ ഒന്ന് റിമൂവായിട്ട് നമ്മളെ പഴയ നിറത്തിലേക്ക് എത്തിക്കൂട്ടോ. ഇത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബെസ്റ്റ് സൺസ്ക്രീൻ തന്നെയാണ്. കാരണം നമ്മൾ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു സൺസ്ക്രീനാണ്. നമുക്ക് ഫീലൊന്നും ഉണ്ടാവില്ല. ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്ന സൺസ്ക്രീൻ അല്ല. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാവുന്ന ടെക്സ്ചറാണ്. ചിലപ്പോൾ ഞാൻ അധികം സ്വെറ്റ് ആവുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വേർത്തൊലിച്ച് പോകാനുള്ള ഒരു ഇതൊന്നുമില്ല. നമ്മൾ സ്കിന്നിൽ കുറച്ച് നേരമൊക്കെ അധികം നേരം നമ്മൾ സ്കിന്നിൽ തന്നെ ഇട്ടാലും ഇരുന്നോളും. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നത് തന്നെയാണ്. പക്ഷേ കുറച്ച് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാവട്ടോ ഒന്നും കൂടെ നല്ലത്, ബെറ്റർ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അഫോർഡബിൾ റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ, ലാക്ടോ കലാമിൻ. ഞാൻ അധികവും യൂസ് ചെയ്യൽ ഇതാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഇത് എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് കൂടുതൽ യെല്ലോ ടോണുള്ളവർക്ക് അധികം മാച്ചായി പോകണമെന്നില്ല. ഒരു പിങ്കിഷ് ഷെയ്ഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല മാച്ചായിട്ട് നമുക്ക് സ്വീറ്റായിട്ട് പോകും കേട്ടോ. കാരണം എനിക്കിതിട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒരു യെല്ലോ ഷെയ്ഡുള്ള ഒരാളാണ്. പക്ഷേ എനിക്കിത് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഇത് വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഇതിട്ടാൽ ചെറുതായിട്ടൊരു എരിച്ചിൽ പോലെയൊക്കെ നമുക്ക് ഫസ്റ്റിൽ ഫീൽ ചെയ്യും. പക്ഷേ പിന്നെ അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്. SPF 50++ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത്രയും ബെറ്റർ സൺസ്ക്രീനാണ്. നിങ്ങൾ ഇത് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഒരു സെക്കൻഡ് ഒപ്പീനിയനും നോക്കണ്ട, ഇത് എന്തായാലും വാങ്ങിച്ചോളൂ. കാരണം ഇത് അത്രയ്ക്ക് ബെറ്റർ ആയിട്ടൊരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ വാട്ടർ മെലൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഇത്. ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത്രയും ബെസ്റ്റ് സൺസ്ക്രീനാണ്. കാരണം ഈ ലാക്ടോ കലാമിൻ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് എരിച്ചിൽ പോലെ നമ്മളെ സ്കിന്നിലിട്ടാൽ കുറച്ച് എരിച്ചിൽ പോലെ തോന്നും. പക്ഷേ ഇതിട്ട് നമുക്കൊന്നുമില്ല, കാരണം ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം നമുക്കൊരു നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇതാക്കാം. കാരണം ചില സൺസ്ക്രീൻ ഇട്ടാൽ കുറച്ച് വേർത്ത് ഒലിച്ചിറങ്ങുന്നൊക്കെ പോലെ തോന്നും. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതാണ് പോൺസിൻ്റെ സൺസ്ക്രീൻ. ഇതിന് ഏകദേശം മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ സെയിം റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ചാൽ നല്ല വൈറ്റ് കാസ്റ്റ്. ചിലർക്ക് ചേരും, ചിലർക്ക് ചേരൂല. അങ്ങനെ ഒരു സൺസ്ക്രീനാണിത്. ചിലർക്ക് ഇതിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ചിലർക്ക് ഇതിട്ട് നല്ല വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. അതായത് ഞാൻ പറയാൻ കാരണം എൻ്റെ സിസ്റ്റർക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് വർക്കായിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വേർക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഡോട്ട് ആൻഡ് കീയുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഇന്നീ കാണിച്ച 4 സൺസ്ക്രീനിൽ ഏതാ ബെറ്റർ സൺസ്ക്രീൻ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. അപ്പോൾ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുക, ഏതൊരാൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീയുടെ അതല്ലെങ്കിൽ ഡെർമാക്കോൻ്റെ ആണ്. കാരണം ആ ഒരു സൺസ്ക്രീനിൻ്റെ അത്ര ഒരു വർക്ക് ചെയ്യുന്ന സൺസ്ക്രീൻ എനിക്ക് മറ്റേത് രണ്ടും അങ്ങനെ തോന്നിയിട്ടില്ല. പോൺസിനും തീരെ എനിക്കങ്ങനെ മാച്ചായിട്ട് പോയിട്ടില്ല. ഒന്നല്ലെങ്കിൽ ലാക്ടോ കുഴപ്പമില്ല, ഈ 4 കുഴപ്പമില്ല. പക്ഷേ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്ന 2 ഡെർമാക്കോൻ്റെയും അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെയും സൺസ്ക്രീൻസ് ആണ് കേട്ടോ. ഇപ്പോൾ കറൻ്റായിട്ട് ഈ ഒരു സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.